കടക്കൽ നെൽമേർ റോഡിൽ ആദ്യത്തെ പെട്രോൾ പമ്പിന് സമീപം തടിയുമായി വന്നിട്ടുള്ള ഒരു വാഹനം, ഒരു ലോറി ഇപ്പോൾ ഇവിടെ മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ റോഡിന് സമീപമുള്ള ഒരു ചെറിയ കുഴിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കടക്കലിൽ നിന്നും നിലമേലേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഭാഗം റോഡ് ബന്ധിച്ച് യാത്രയ്ക്ക് അസൗകര്യമാം വിധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്നുള്ളത് മറ്റ് ക്രെയിനുകളും എല്ലാം തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്നേ ദിവസം ശനിയാഴ്ച ദിവസമാണ്. അത്രയും വലിയ തിരക്കൊന്നുമില്ല എങ്കിൽ പോലും എല്ലാവരും ഓഫീസ് ജീവനക്കാരെല്ലാവരും തന്നെ മറ്റു വിദ്യാർത്ഥികളും എല്ലാം തന്നെ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് രാവിലെ. ഈ ഒരു 8:30 മണി 9 മണി സമയം, ഏകദേശം 8:15 മണിയോടുകൂടിയാണ് ഈ വാഹനം ഈ തരത്തിലിവിടെ അകപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെയും മറ്റ് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരും മറ്റു ക്രെയിനുകളും റിക്കവറി സർവീസിനുള്ള ക്രെയിനുകളും ഒക്കെ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ വാഹനം പൂർണ്ണമായിട്ട് ഗതാഗതം ഈ ഭാഗത്ത് നിലച്ചിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭാഗത്തെ വാഹനം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 20-24 ടയറുള്ള ഒരു വാഹനമാണിത്. ഇത് നിലമേൽ ഭാഗത്ത് നിന്നും കടക്കിലേക്ക് വരുന്ന വഴിയിലായിരുന്നു ഈ ഒരു ചെളിയിൽ, ഈ ഒരു റോഡിന്റെ സൈഡിലുള്ള ഈ ഒരു കുഴിയിൽ ടയറുകളെല്ലാം ഇങ്ങനെ അകപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും തന്നെ കടക്കിൽ നിന്നും നിലമേലേക്ക് പോകുന്ന എല്ലാവർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഒരുപാട് നീളമുള്ള ഒരു വാഹനമാണിത്. ഇതിപ്പോൾ വളവ് തിരിയുന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ളൊരു അസൗകര്യം ഡ്രൈവർക്ക് നേരിട്ടിട്ടുള്ളത്. ഡ്രൈവർ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, വാഹനം മുന്നോട്ടെടുക്കുന്നതിന് വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. വാഹനം ഇപ്പോൾ നെല്ലിമേർ കടക്കൽ റോഡിൽ പൂർണ്ണമായും റോഡിന് ക്രോസ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്.